ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള വന്ദനങ്ങൾ ഈ സമയം പ്രകാശിപ്പിക്കുന്നു. നാം സവിധത്തിൽ കർത്തൃസവിധത്തിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്, ആത്മീയ അനുഗ്രഹത്തിന് ഒക്കെ മുഖാന്തരമാകിയാൽ ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖന പഠനത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് മാസത്തിൽ ഒരു തവണയാണ് ഈ ബൈബിൾ സ്റ്റഡി ക്രമീകരിച്ചിട്ടുള്ളത്. ചില മാസങ്ങളിൽ അതിന് കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ട്. എങ്കിൽ തന്നെയും ഫിലിപ്പിയ ലേഖനത്തിന്റെ പകുതിയോളം നമുക്ക് കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതിലൂടെ കടന്നു പോകാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരു ലേഖനം കൂടെയാണല്ലോ ഫിലിപ്പിയ ലേഖനം. ഈ ലേഖനത്തെ സന്തോഷത്തിന്റെ ലേഖനം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ അധ്യായം ആരംഭിക്കുന്നത് തന്നെ, ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പും ആകുന്നു എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. ലേഖനത്തിന്റെ പ്രധാന വിഷയം തന്നെ അധ്യായത്തിന്റെ തുടക്കത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ എന്നുള്ള കാര്യം. നമുക്ക് പ്രാരംഭ നിമിഷങ്ങൾ അവിടെ നിന്ന് ദൈവവചനം അല്പസമയം ധ്യാനിക്കാം. സന്തോഷിക്കുക എന്നുള്ളത്, ദൈവവചനത്തിൽ കാണുന്ന സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിൽ, കർത്താവിൽ, യേശു ക്രിസ്തുവിൽ ഉള്ള സന്തോഷമാണ്. ആത്മനിറവിലെ സന്തോഷമാണ്. അത് മറക്കരുത്. ലോകത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ഉണ്ട്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സ് സന്തോഷം നിറഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പല വിഷയങ്ങളും നമ്മെ വേദനിപ്പിക്കാം, സങ്കടപ്പെടുത്താം, നമ്മെ വ്യസനിപ്പിക്കാം. എന്നാൽ അതൊന്നും തന്നെ നമ്മെ നിരാശയിലേക്ക് തളർത്തിയിടുവാനായിട്ട് പാടില്ല. ദുഃഖത്തിന് അടിമയായി പോകുവാനായിട്ട് പാടില്ല. ഈ ലോകത്തിലുള്ള എന്തിൽ സന്തോഷിച്ചാലും അത് നമുക്ക് ദുഃഖം സമ്മാനിക്കും, എപ്പോഴെങ്കിലും നമുക്ക് വേദന സമ്മാനിക്കും. അതുകൊണ്ട് അതിൽ ആശ്രയിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം നമുക്ക് തന്ന എല്ലാ നന്മയിലും നമുക്ക് സന്തോഷിക്കാം. നമുക്ക് തന്ന കുടുംബത്തിൽ സന്തോഷിക്കാം, നമുക്ക് തന്ന ജീവിത സൗകര്യങ്ങളിൽ സന്തോഷിക്കാം, നമുക്ക് തന്ന അറിവിൽ, കൃപകളിൽ, എല്ലാറ്റിലും നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ മാറിപ്പോകുന്നതിലാകരുത് നമ്മുടെ സന്തോഷത്തിന്റെ അടിത്തറ, ആശ്രയം അതിലാകരുത്. ഇതൊക്കെ നൽകിത്തരുന്ന ദൈവത്തിലായിരിക്കണം. ഇതെല്ലാം നമുക്ക് സൗജന്യമായി അനുഭവിക്കാൻ തരുന്ന യേശു കർത്താവിലായിരിക്കണം നമ്മുടെ സന്തോഷം. കാരണം കർത്താവ് മാറ്റമില്ലാത്തവനാണ്. ഈ ലോകത്തിലെ സൃഷ്ടിയായ എല്ലാം മാറിപ്പോയാലും സ്രഷ്ടാവായ കർത്താവ് മാറ്റമില്ലാത്തവനാകിയാൽ യേശുവിലാണ് നമ്മുടെ സന്തോഷമെങ്കിൽ ആ സന്തോഷത്തെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മിൽ നിന്ന് എടുത്തു കളയാനായി കഴിയുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിലാകട്ടെ എപ്പോഴും നമ്മുടെ സന്തോഷം. നമുക്ക് 3-ാം അധ്യായത്തിന്റെ ഡീറ്റെയിൽ ആയ പഠനത്തിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായം 3-ന്റെ ഒരു രത്നച്ചുരുക്കം നമ്മൾ നോക്കിയാൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിനകത്തെ ഘടകങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലേഖനത്തിനകത്ത് അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ പ്രത്യേകമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ടു സീ ദ എറർ ഓഫ് പ്ലേസിംഗ് കോൺഫിഡൻസ് ഇൻ ഫ്ലഷ്ലി അക്കംപ്ലിഷ്മെന്റ്സ്, ഈ ലോകത്തിലെ ജഡത്തിലെ വിഷയങ്ങളിൽ അതിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിൽ സംതൃപ്തി അടയാൻ ശ്രമിക്കുന്നത് കൊണ്ട്, അതിൽ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ അനിമിത്തം ഉണ്ടാകുന്ന ഇടർച്ചകൾ, അതാണ് പ്രാരംഭമായിട്ട് അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട്, ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ടു സ്ട്രൈവ് ടുവേർഡ് പെർഫെക്ഷൻ ഇൻ അവർ ഡിസയർ ടു നോ ആൻഡ് സെർവ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ അറിയാനും സേവിക്കാനുമുള്ള നമ്മുടെ ആഗ്രഹത്തെ, ആ ആഗ്രഹത്തിന് ഒത്തവണ്ണം ആ സമ്പൂർത്തിയിലേക്ക്
എങ്ങനെയാണ് നമുക്ക് എത്താനായിട്ട് കഴിയുന്നത്? ക്രിസ്തുവിനെ കുറിച്ച് അറിയാനും സേവിക്കാനുമുള്ള ആ അറിവിന്റെ സമ്പൂർത്തിയിലേക്ക് നമുക്ക് എങ്ങനെ എത്തുവാനായിട്ട് കഴിയും? അതിന്റെ ആവശ്യകത എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് രണ്ടാമത് ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ കൊണ്ട്, ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി, ടു ബി റിമൈൻഡ് ഓഫ് അവർ ട്രൂ സിറ്റിസൺഷിപ്പ് ഇൻ ഹെവൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവിടെ പ്രധാനമായും ഊന്നൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. ഈ ഭൂമി അല്ല നമ്മുടെ ശാശ്വത ഭവനം, സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം എന്നുള്ളതാണ് ഈ ലേഖനത്തിന്റെ അധ്യായത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ അധ്യായത്തെ വേണമെങ്കിൽ നമുക്ക് 4 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. പഠന സൗകര്യാർത്ഥം 4 പ്രധാന ഭാഗങ്ങളായി ഈ അധ്യായത്തെ നമുക്ക് തിരിക്കാം. ഒന്ന്, വാർണിംഗ്സ് അഗെയിൻസ്റ്റ് ലീഗലിസം. നിയമ അല്ലെങ്കിൽ എന്താ പറയുക, നിയമാധിഷ്ഠിത വ്യവസ്ഥയിൽ ആശ്രയിക്കുന്നതിനെതിരായ മുന്നറിയിപ്പ്. നിയമം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നതിന്റെ അപകടം, അതിലൂടെ നീതീകരണം പ്രാപിക്കാൻ, ന്യായപ്രമാണത്തിലൂടെ നീതീകരണം പ്രാപിക്കാൻ ശ്രമിക്കുന്നതിലെ അപകടം, അതാണ് 1 മുതൽ 3 വരെയുള്ള ഭാഗത്തെ പ്രധാന വിഷയം. രണ്ടാമത്, മൂന്നാം അധ്യായത്തിന്റെ 4 മുതൽ 11 വരെ 4 to 11 വേഴ്സസ് സെയ്സ് പോൾസ് പേഴ്സണൽ ടെസ്റ്റിമണി, ലോസ് ആൻഡ് ഗെയിൻ. ഈ ജഡത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലൂടെ നീതീകരണം പ്രാപിക്കാൻ ഒരിക്കൽ ശ്രമിച്ച വ്യക്തിയായിരുന്നു പൗലോസ്. അങ്ങനെ തൻ്റെ ആ അനുഭവത്തെ തനിക്ക് അതിലൂടെ അല്ലെങ്കിൽ അത് നിമിത്തം അതാണ് ശരിയെന്ന് ചിന്തിച്ചിരുന്ന കാലത്തു നിന്ന് ഈ ശരിയായ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണത്തിലൂടെ തനിക്ക് ലഭിച്ച ആ സൗജന്യ രക്ഷയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ പറയുന്നതാണ്. പൗലോസിന്റെ പേഴ്സണൽ ടെസ്റ്റിമണിയാണ്. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് താൻ പ്രതിപാദിക്കുന്നതാണ് 3:4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത മൂന്നാമത്തെ ഭാഗം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഇൻ വേഴ്സസ് 12 to 16 വി സീ പ്രസിംഗ് ടുവേർഡ് ദ ഗോൾ. ലക്ഷ്യത്തിലേക്ക് ആയുക അല്ലെങ്കിൽ മുൻപിലുള്ള വിരുദിനായി ആഞ്ഞ് പിൻപിലുള്ളത് മറക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ലക്ഷ്യത്തെ മുൻനിർത്തി അതിലേക്ക് ആയുന്നതാണ് മൂന്നാം ഭാഗം. ഒടുവിൽ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗീയ പൗരത്വത്തെക്കുറിച്ച്, നമ്മുടെ ആ ലക്ഷ്യം അത് എവിടെയാണ്? സ്വർഗത്തിലാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കാണ് നമ്മൾ ആയുന്നത്. കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇതാണ് ലേഖനത്തിലെ ഈ അധ്യായത്തിലെ പ്രധാനമായി നമുക്ക് തിരിക്കാവുന്ന 4 ഭാഗങ്ങൾ. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ച് പഠിക്കാനുള്ള സൗകര്യം ഉണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ വായിച്ചു കേട്ട വാക്യം, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു. നോക്കൂ, മടുപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പാണ്. ചില കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ടാ നമുക്ക് മടുപ്പ് തോന്നും, ആവർത്തിച്ച് പറഞ്ഞാൽ മടുപ്പ് തോന്നും. നമ്മുടെ കുഞ്ഞുങ്ങളോടായാലും ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ അവർക്ക് ഇത് എത്ര പ്രാവശ്യം കേട്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നു എന്ന ചിന്ത വരും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഈ കാര്യം ആവർത്തിക്കുന്നതിൽ എനിക്ക് മടുപ്പില്ല, ഞാനിത് വീണ്ടും പറയും, ആ കാര്യം വീണ്ടും ഞാൻ പറയും. അതെന്താണ്? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് ആണ് അത്. റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. നമുക്ക് എന്തിലൊക്കെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ആമുഖമായി ഞാൻ ഓർപ്പിച്ചു, നമുക്ക് ഈ ലോകത്തിലുള്ളതിൽ സന്തോഷിക്കാനായിട്ട് പോകരുത്. കാരണം അത് താൽക്കാലികമാണ്. ദൈവവചനത്തിൽ നാം സന്തോഷിക്കേണ്ട കാര്യങ്ങൾ, എന്തിലൊക്കെ നമുക്ക് സന്തോഷിക്കാം, എന്താണ് നമ്മുടെ സന്തോഷത്തിന് ആധാരമായിരിക്കേണ്ടത് എന്ന് പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധ പതിപ്പിക്കാം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 2:1, ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 2 വേഴ്സ് 1 says, I rejoice in God's salvation. കർത്താവിന്റെ രക്ഷയിൽ എൻ്റെ ഉള്ളം സന്തോഷിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ രക്ഷയിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. കർത്താവ് തരുന്ന രക്ഷയിൽ സന്തോഷിക്കാനായിട്ട് കഴിയും. സന്തോഷിക്കേണ്ട ഏറ്റവും പ്രധാന ഘടകമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ രക്ഷയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയേണ്ടത്? നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടാൻ പറ്റത്തില്ല. സൗജന്യമായി കർത്താവ് നമുക്ക് തന്നതാണ് രക്ഷ. ആ രക്ഷയിൽ ആകാൻ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തല്ലോ, നമ്മെ കണ്ടല്ലോ, സ്നേഹിച്ചല്ലോ. അതുകൊണ്ട് നമുക്കതിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയും. ഏറ്റവും വിലയേറിയതാണ്, ഈ ഭൂമിയിൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും വിലയേറിയതാണ് നമുക്ക് ലഭിച്ച ആത്മരക്ഷ. ഈ ഭൂമി കൊണ്ട് ജീവിതം അവസാനിക്കുകയില്ല, മനുഷ്യ ജീവിതം ഈ ഭൂമി കൊണ്ട് തീരുകയില്ല.
നരകത്തിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ന്യായവിധിയിൽ നിന്ന്, നിത്യശിക്ഷാവിധിയിൽ നിന്ന് ദൈവം രക്ഷിച്ചതിനെ ഓർത്താൽ നമുക്കതിൽ സന്തോഷിക്കാതിരിക്കാനായി കഴിയുകയില്ല. ഒന്നാമത് സന്തോഷിക്കേണ്ടത് ദൈവം തന്ന രക്ഷയിൽ സന്തോഷിക്കുക. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ കരുണയിൽ സന്തോഷിക്കുക. സാംസ് 31:7 ദൈവത്തിന്റെ കരുണയിൽ സന്തോഷിക്കുക. ദൈവത്തിന്റെ കരുണ. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവത്തിന്റെ കരുണ? അർഹിക്കുന്നത് നമുക്ക് തരാതിരുന്നതാണ് ദൈവത്തിന്റെ മേഴ്സി എന്ന് പറയുന്നത്. എന്താണ് നാം അർഹിച്ചത്? ശിക്ഷയാണ് അർഹിച്ചത്, ന്യായവിധിയാണ് അർഹിച്ചത്. നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്കൊത്തവണ്ണം പകരം തരാതിരുന്നതാണ് ദൈവത്തിന്റെ കരുണ. ദൈവം നീതിമാനാണ്, അതുകൊണ്ട് ദൈവത്തിന് ശിക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ശിക്ഷ മുഴുവൻ ആരിൽ നടപ്പാക്കി? തന്റെ ഏകജാതനായ പുത്രൻ ജഡരക്തങ്ങളോടുകൂടിയവനായി മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമ്മുടെ ശിക്ഷ മുഴുവനും യേശുക്രിസ്തുവിൽ നടപ്പിലാക്കി ക്രൂശിൽ തന്റെ ജീവനെ തന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ ക്രൂശിൽ നാം കാണുകയാണ്. നമ്മോടുള്ള കരുണ ക്രൂശിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ ശിക്ഷ മുഴുവനും തന്റെ പുത്രനിൽ നടപ്പിലാക്കി ദൈവം നമ്മോട് കരുണ കാണിച്ചു. ആകയാൽ നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത് സന്തോഷിക്കേണ്ടത് ദൈവത്തിന്റെ കരുണയിലാണ്. മൂന്നാമതായി നമുക്ക് സന്തോഷിക്കാനുള്ളത് ദൈവത്തിന്റെ വചനത്തിലാണ്. സാംസ് 119:162 119 162 വാക്യം. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നു. നമുക്ക് ദൈവവചനത്തിൽ എന്തുകൊണ്ടാണ് സന്തോഷിക്കാനായിട്ട് കഴിയുന്നത്? നാം അനുഭവിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. നമുക്ക് ആത്മീയ വർധനവ് തരുന്നത് ദൈവവചനമാണ്. നമ്മുടെ ആത്മാവിന്റെ ആഹാരം ദൈവവചനമാണ്. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് ദൈവം എഴുതി തന്ന ഈ പുസ്തകത്തിലൂടെയാണ്. പ്രധാനമായി നമ്മൾ ദൈവത്തിന്റെ ശബ്ദം, ദൈവഹിതം ഒക്കെ അറിയുന്നത്. ദൈവവചനം തികവുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. ഭൂമിയിലെ മറ്റൊരു സാഹിത്യ രൂപങ്ങളും തികവുള്ളതല്ല. രക്ഷയിലേക്ക് നമ്മെ നയിക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനെയും വീണ്ടെടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ രക്ഷയെക്കുറിച്ചും രക്ഷകനെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ച് അറിവ് തരുന്നത് ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനമാണ്. നമുക്ക് ലഭിച്ച ദൈവവചനത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. വചനം എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട വചനമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വരമായി, റേമയായി നമ്മോട് ദൈവം സംസാരിക്കുന്ന, വിവിധ സമയങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ദൈവം കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ ഇമ്പസ്വരമായി കേട്ട വചനം തന്നെ നമ്മിലേക്ക് ആവർത്തിച്ച് കേൾപ്പിച്ച് നമ്മെ ഉറപ്പിക്കുന്ന ആ വചനത്തിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. യഥാർത്ഥ ഒരു ദൈവ പൈതൽ, ഒരു ആത്മീയനായ ദൈവ പൈതലിന്റെ സന്തോഷം അവന്റെ ദൈവവചനത്തിൽ ഒക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ബൈബിൾ സ്റ്റഡിക്ക് ആള് കുറയുന്നതിന്റെ കാരണം വേണ്ട വിധത്തിൽ ദൈവവചനത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അത് അന്ത്യകാലത്തിന്റെ ലക്ഷണവുമാണ്. കെട്ടുകഥ കേൾപ്പാൻ മനുഷ്യർ തിരിയുന്ന കാലം വരുമെന്നൊക്കെ നമുക്ക് ദൈവവചനത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലനൊക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഫേബിൾസ് ഒക്കെ, അല്ലെങ്കിൽ അതുപോലുള്ള കിഴവിക്കഥകൾ, കെട്ടുകഥകൾ ഒക്കെ ശാസ്ത്രം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച പ്രത്യേകിച്ച് വിശ്വാസ്യത ലഭിക്കും. 2,00,000 വർഷം മുമ്പ്, 3 ബില്യൺ വർഷം മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രജ്ഞൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം എല്ലാവരും അതുപോലെ വിഴുങ്ങും. അതിന് കൂടുതൽ തെളിവൊന്നും വേണ്ട, അല്ലെ? ആനിമേഷൻ ചെയ്ത് അവതരിപ്പിച്ചാൽ മതി, വേറെ തെളിവൊന്നും വേണ്ട, അത് അതുപോലെ വിഴുങ്ങും. എന്നാൽ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവവചനത്തിൽ രസിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് എത്ര ഭാഗ്യമാണ്, എത്ര അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നാം സന്തോഷിക്കേണ്ടത്, നമുക്ക് സന്തോഷിക്കാനുള്ളത് മൂന്നാമതായി ദൈവത്തിന്റെ വചനത്തിലാണ്. ഹല്ലേലൂയ. നാലാമതായി പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ആശയിൽ സന്തോഷിപ്പിൻ. മലയാളത്തിൽ ആശയിൽ സന്തോഷിപ്പിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. 12:12 ഇൻ ഹോപ്പ്, പ്രത്യാശയിൽ സന്തോഷിപ്പിൻ. എന്താണ് പ്രത്യാശ? നമുക്കൊരു പ്രത്യാശയുണ്ട്, അല്ലെ? എന്താണ് നമ്മുടെ പ്രത്യാശ? ഇന്നത്തെ നമ്മുടെ അവസ്ഥ എല്ലാം മാറി നമ്മൾ ഒരു സുഖമുള്ള, അല്ലെങ്കിൽ സുഖകരമായ നാളെ നമുക്കുണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അത് ഈ ലോകത്തിൽ പല കാര്യങ്ങളിലും നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അതിലുപരി നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്താണ്? നമ്മുടെ മഹത്വ പ്രത്യാശ എന്താണ്? ദൈവവചനം ഇങ്ങനെയൊക്കെയാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഭാഗ്യകരമായ പ്രത്യാശ,
മഹത്വ പ്രത്യാശ. എന്താണത്? നമ്മുടെ വീണ്ടെടുപ്പുകാരനായ രക്ഷകനായ യേശു കർത്താവ് വാനവിരവിൽ തന്റെ മണവാട്ടിയായ തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വേഗം വരികയും ഞാനും രൂപാന്തരപ്പെട്ട് ഉൽപ്രാവണം ചെയ്യപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് യേശു കർത്താവിനോട് കൂടെ എന്നേക്കും വാഴുവാൻ കർത്താവിനോടുകൂടെ എടുക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രത്യാശ, മഹത്വ പ്രത്യാശ. അപ്പോ പ്രത്യാശയിൽ സന്തോഷിക്കണം. ഈ മൺമയമായത് സ്വർഗീയമായതിനെ ധരിക്കുമെന്നുള്ള വാഗ്ദത്തത്തെ വിശ്വസിച്ച്, ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് കർത്താവിൽ പ്രത്യാശയുള്ളവരായിരിക്കണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ, സകലവും അവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പ്രത്യാശ അർപ്പിച്ച് സന്തോഷിക്കണം. ഒന്നും തിന്മയ്ക്കായി ഭവിക്കയില്ല എന്ന് ദൈവത്തിൽ സന്തോഷിക്കണം. ഇനി അഞ്ചാമതായി, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നാമും സന്തോഷിക്കണം. റോമൻസ് 12:15, ജോയ് ഓഫ് അതേഴ്സ്. മറ്റൊരാള് സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇത് ചിലർക്കെങ്കിലും ചില വേളയിലെങ്കിലും ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് അല്ലേ? ഒരാൾക്ക് നല്ല വീടുണ്ടായാൽ അവർക്ക് സന്തോഷമായിരിക്കില്ലേ? വീട്ടുകാർക്ക്, ആ വീട് കിട്ടിയ ആൾക്ക് അല്ലെങ്കിൽ വീട് വെച്ച ആൾക്ക് അദ്ദേഹത്തിന്റെ അധ്വാനം, അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, ആഗ്രഹം, സ്വപ്നം അതൊക്കെ സഫലമായതിൽ അവർ സന്തോഷിക്കും. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുഴപ്പമാണ്. നമുക്ക് സന്തോഷിക്കാനായി കഴിയണം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയണം. അതിനൊരു മറുവശം കൂടെ ഉണ്ട്. എന്താണെന്നറിയാവോ? മറ്റുള്ളവരുടെ സന്തോഷത്തിലാണ് നമ്മുടെ സന്തോഷമെങ്കിൽ അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മളും പിന്തുണയ്ക്കും. അവർക്ക് സന്തോഷമുണ്ടാകാൻ നമ്മൾ സഹായിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമുക്ക് മറ്റുള്ളവരെ കൈത്താങ്ങാൻ പറ്റുന്നത്, ജോലിയില്ലാത്തവരെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ജോലി കിട്ടാൻ സഹായിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് കഴിവ്, അറിവ് അല്ലെങ്കിൽ പ്രാപ്തി ഉണ്ടായിട്ട് പല കാരണങ്ങൾ കൊണ്ട്, പല സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് അതിന് കഴിയാത്തവരെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ടാവുകയാണ്. അവർക്ക് സന്തോഷമുണ്ടാകുന്നതിൽ നാം സന്തോഷിക്കുക. ഒരു വലിയ സന്ദേശമാണത്. പൗലോസ് അപ്പോസ്തലൻ ഒറ്റ വാക്കിൽ എഴുതിയിരിക്കുന്നെങ്കിലും അതൊരു വലിയൊരു സന്ദേശമാണ്. ഗ്രേറ്റ് മെസ്സേജ് ഈസ് ദയർ. എന്താ അത്? മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകാൻ നമ്മൾ അവരെ സഹായിക്കും. ഹല്ലേലൂയ. ഒരു ഫിലോസഫർ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നമുക്ക് സന്തോഷമായിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്താൽ മതി, നമ്മുടെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിച്ചാൽ മതി. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കും സന്തോഷിക്കാൻ, അവരോടുകൂടെ സന്തോഷിക്കാൻ കഴിയും എന്ന് ഒരു തത്വചിന്തകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ട്രൈ ടു മേക്ക് അതേഴ്സ് ഹാപ്പി സോ ദാറ്റ് യു ക്യാൻ ഓൾസോ ബി ഹാപ്പി among them. മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്കും അവരുടെ ഇടയിൽ സന്തോഷമുള്ളവനായിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ സന്തോഷിക്കുന്നവരുടെ മധ്യത്തിലായിരുന്നാൽ നമുക്കും സന്തോഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിന്റെ രത്നച്ചുരുക്കം. എനിവേ, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക. ആറാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ. നമ്മൾ വായിച്ച ഈ അധ്യായത്തിലെ വാക്യം തന്നെയാണ്. കർത്താവിൽ സന്തോഷിപ്പിൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ. 4:4 കാണാം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിൽ സന്തോഷിപ്പിൻ. നമ്മുടെ സന്തോഷം ആരിലാണ്? യേശു ക്രിസ്തുവിലാണ്. നമ്മെ തേടി വന്ന, നമുക്കായി ജീവനെ തന്ന, നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ച, നമ്മോട് കൂടെ ഇരിക്കുക, നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന, നമ്മുടെ എല്ലാമായ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. ആ സന്തോഷം ഒരിക്കലും കെട്ടുപോകരുത്, കുറഞ്ഞു പോകരുത്. ക്രിസ്തുവിൽ നമ്മുടെ സന്തോഷം വർദ്ധിച്ചു വരുമാറാകട്ടെ. ഇനി വളരെ സന്തോഷിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് 1 പത്രോസ് 4:13 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കഷ്ടങ്ങളിൽ സന്തോഷിപ്പിൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൽ സന്തോഷിക്കുവിൻ. കഷ്ടങ്ങളിൽ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ സന്തോഷിക്കാനായിട്ട് കഴിയുമോ? പത്രോസ് അതിന് വേറെ ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, നമുക്ക് കഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രതിഫലവും വർദ്ധിക്കുന്നു, നമ്മുടെ തേജസ് വർദ്ധിക്കുന്നു. അപ്പൊ കഷ്ടം വർദ്ധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് കഷ്ടത്തെ അല്ല, നമ്മുടെ തേജസ്സിനെയാണ്. ഇവിടെ കഷ്ടം ഉണ്ടാകുമ്പോൾ അവിടെ തേജസ് വർദ്ധിക്കുന്നു എന്ന് കണ്ട്
അങ്ങനെയാണ് നാം സന്തോഷിക്കേണ്ടത്. ഇവിടുത്തെ കഷ്ടങ്ങളിൽ ആ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാവുകയാണ് ഒരു ദൈവ പൈതൽ. യേശുവിന്റെ നാമം നിമിത്തം നാം കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ എന്താകുകയാണ്? വി ആർ പാർട്ടേക്കിംഗ് ദ സഫറിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ കഷ്ടങ്ങളിൽ നമ്മൾ കൂട്ടാളികളായി മാറുകയാണ്. യേശു കഷ്ടം സഹിച്ചു, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. ആ കഷ്ടം, കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായി കഷ്ടം സഹിച്ചു. ഒരു ദൈവ പൈതൽ കഷ്ടം സഹിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടം സഹിക്കുമ്പോൾ, അത് നേരിട്ടാകാം, ഡയറക്റ്റ് ആകാം, ഇൻഡയറക്റ്റ് ആകാം. ചില വേളകളിൽ സുവിശേഷം അറിയിച്ചാൽ നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. എന്നാൽ അത് മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകുന്നത് കൊണ്ട് കഷ്ടം സഹിക്കേണ്ടി വരത്തില്ലേ? നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ, ചില വേളകളിൽ അയൽക്കാരിൽ നിന്ന് ഒക്കെ ഒരു ദൈവവൈതലായതുകൊണ്ട് നമ്മൾ പ്രതികരിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്ത് ഒക്കെ നമ്മെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അത് നേരിട്ട് സുവിശേഷ നിമിത്തമുള്ള കഷ്ടതയല്ല, പക്ഷെ ഒരു ദൈവവൈതലായതുകൊണ്ട് സഹിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളാണ്. ചില വേളകളിൽ ചിലരൊക്കെ നമ്മെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ തിരിച്ച് നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയുമായിരുന്നിട്ടും, ഞാനൊരു ദൈവ പൈതലാണ്, എനിക്ക് യേശുവിന്റെ സ്വഭാവത്തിനനുസരിച്ച് മാത്രമേ പെരുമാറാൻ കഴിയുകയുള്ളൂ എന്ന് നാം സ്വയം ത്യാഗം സഹിക്കുമ്പോൾ, അത് ക്രിസ്തുവിന്റെ നാമനിമിത്തമാണ്. ഒരു ലോക മനുഷ്യരായിരുന്നെങ്കിൽ നമ്മൾ പ്രതികരിക്കുമായിരുന്നു, റിറ്റാലിയേറ്റ് ചെയ്യുമായിരുന്നു, നമ്മൾ പ്രതികാരം ചെയ്യുമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ ഞാനൊരു ദൈവ പൈതലാണ്, എനിക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ട്, എനിക്കൊരു മൊറാലിറ്റി ഉണ്ട്, എനിക്ക് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു എത്തിക്സ് ഉണ്ട്, ഞാൻ ഒരു ദൈവ പൈതലിന്റെ ക്യാരക്ടർ സൂക്ഷിക്കേണ്ടവനാണ് എന്ന ചിന്തയോടെ നമ്മൾ ആ ത്യാഗം സഹിക്കുമ്പോൾ അതൊരു കഷ്ടമാണ്. അത് ഇൻഡയറക്റ്റായി കഷ്ടം സഹിക്കുകയാണ്. അതും കർത്താവിന്റെ നാമം നിമിത്തം സഹിക്കുന്ന കഷ്ടതയാണ്. പ്രതിഫലമുണ്ട്. അതുകൊണ്ട് കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുക? സന്തോഷിക്കുക. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നവർ ആയിരിക്കുക. അപ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദൈവ പൈതൽ സന്തോഷിക്കേണ്ട 7 കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞെന്ന് കരുതണ്ട, കണ്ടെത്തുക. ദൈവവചനത്തിൽ ഇനിയും സന്തോഷിക്കാൻ പറഞ്ഞിരിക്കുന്ന, ദൈവമക്കൾ സന്തോഷിക്കാൻ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ 2-ാം വാക്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് അല്പം നമുക്ക് എന്തുവാ, ഇച്ചിരി ഹാർഡായിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഇച്ചിരി ടഫ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ആ വാക്കുകൾ നോക്കിയ സൂക്ഷിക്കാൻ 3 കാറ്റഗറിയിലുള്ളവരെ, 3 വിഭാഗക്കാരെ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതെന്തൊക്കെയാണ്? ബിവയർ ഓഫ് ഡോഗ്സ്. നമ്മൾ കേരളത്തിൽ എത്തിയോ എന്നൊരു സംശയം തോന്നുവാണോ? കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രാത്രി പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, രാത്രി പോട്ടെ, ഇപ്പൊ പകലും പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടെന്നാ പറയുന്നത്. കാരണം ബിവെയർ ഓഫ് ഡോഗ്സ്. ചില വീടുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും ചിലയിടത്തൊക്കെ ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരാൾ പറഞ്ഞത്, ഈ ചില വീടുകളിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടാൽ നമുക്ക് തോന്നും അവിടെ പട്ടികൾ മാത്രമേ ഉള്ളൂ, മനുഷ്യരില്ല എന്ന് തോന്നുന്ന വിധത്തിലാണ് വലിയതായിട്ട് എഴുതി വെച്ചേക്കുന്ന ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന്. എനിവേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ആശയത്തിലല്ല. വീട്ടിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ആശയത്തിൽ അല്ല. പിന്നെ എന്താണ്? ദിസ് വാസ് എ ഹാർഷ് റെഫറൻസ് ടു ദ ട്രബിൾ മേക്കിംഗ് ലീഗലിസ്റ്റ്. ഇത് ഈ ന്യായപ്രമാണവാദക്കാർ, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഹു അറ്റംപ്റ്റഡ് ടു ഡിസീവ് ദ ഫിലിപ്പിയൻസ്. ഫിലിപ്പിയിലുള്ള ദൈവമക്കളെ, ഈ ദൈവസഭയിലുള്ളവരെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ന്യായപ്രമാണവാദികളെ കുറിച്ചാണ് ഈ പറയുന്നത്. വെളിപ്പാട് 22:15 നമുക്ക് കാണാൻ കഴിയുന്നത്, ദ ഡോഗ്സ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഹെവൻലി ജെറുസലേം സീം ടു ബി ദോസ് ഹു ആർ ഇംപ്യൂർ. അവിടെ ക്ഷുദ്രക്കാരും നായ്ക്കളും അവിടെ ഉണ്ടാവുകയില്ല, പുതിയ യെരുശലേമിൽ കടക്കുകയില്ല, സ്വർഗീയ യെരുശലേമിൽ കടക്കുകയില്ല എന്ന് വെളിപ്പാട് 22:15 പറഞ്ഞിട്ടുണ്ട്. അവിടെയും പറയുന്നത്, അതും ഉദ്ദേശിക്കുന്നത് ഇവിടുള്ള ഭൂമിയിലെ നമ്മുടെ പെറ്റായിട്ടുള്ള നായികളെയോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഡോഗ്സിനെയോ സ്ട്രേ ഡോഗ്സിനെയോ ഒന്നും അവിടെ കയറ്റത്തില്ല എന്നുള്ള ആശയത്തിലല്ല, അതിന്റെ ക്യാരക്ടറിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ നായയുടെ സ്വഭാവത്തെ, എല്ലാ സ്വഭാവവും അല്ല, ചീത്ത സ്വഭാവത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചില വേളകളിൽ ചിലതിനെ കാണിക്കാനായിട്ട് അതിന്റെ നല്ല സ്വഭാവം ചിലതിനോട് കണക്ട് ചെയ്ത് പറയാറുണ്ട്, ചിലത് മോശം സ്വഭാവം കണക്ട് ചെയ്ത് പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നായയുടെ മോശം സ്വഭാവത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
എന്താണ് ദൈവവചനത്തിൽ ഛർദിയിലേക്ക് തിരിഞ്ഞ നായ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിക്കൽ ഛർദിച്ചതിലേക്ക് തിരിയുന്ന നായ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഉപേക്ഷിച്ചതിനെ വീണ്ടും എടുക്കുന്നതിനെ കാണിക്കാൻ നായ കക്കിയിട്ട് വീണ്ടും തിന്നും. അങ്ങനെ തിന്നുന്ന സ്വഭാവത്തെ കാണിക്കാൻ നായ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ന്യായപ്രമാണത്തിൽ നിന്നാണ് ഇവർ വേർപെട്ട് കൃപയിലേക്ക് വന്നത്. പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിയാണ് വിശ്വാസത്താൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിന്റെ കൃപയാൽ, ത്രൂ the faith in Jesus Christ, by the grace of God only can be saved എന്ന് മനസ്സിലാക്കിയാണ്, നോട്ട് ബൈ ദ വർക്ക്സ് ഓഫ് ദി ലോ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല നീതീകരിക്കപ്പെടുന്നത്, ജസ്റ്റിഫിക്കേഷൻ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് കൃപയിലേക്ക് വന്ന് യേശുവിലേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് ഈ ന്യായപ്രമാണവാദികൾ? നോ നോ നോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, പക്ഷെ അത് പോരാ. നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി ജസ്റ്റിഫൈഡ് ഫുള്ളി, വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു ഫോളോ ദ ലോ, ദ കമാൻഡ്മെന്റ്സ് ഓഫ് ദ ലോ, ഇൻക്ലൂഡിങ് സർക്കംസിഷൻ ആൻഡ് സച്ച് തിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പുറകിലേക്ക് വീണ്ടും പഴയതിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഇതിനെയാണ് ഇവിടെ നായ്ക്കളെ സൂക്ഷിപ്പിൻ, പഴയതിലേക്ക് തിരിഞ്ഞു പോകാൻ, അവരുടെ അതുപോലെ അശുദ്ധിയിലേക്കൊക്കെ പിൻവലിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബിവെയർ ഓഫ് ഈവിൾ വർക്കേഴ്സ്, ആകാത്ത വേലക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് തിന്മ പ്രവർത്തിക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ തിന്മ എന്ന് പറയുന്നത് ഈ സുവിശേഷ വേലക്കാർ പ്രവർത്തിക്കുന്നത് പോലെ, നമ്മളെയൊക്കെ സുവിശേഷ വേലക്കാരെന്ന് വിളിക്കാറുണ്ട് അല്ലെ, ഗോസ്പൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ അതുപോലുള്ള റിലീജിയസ് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോ എന്നതുപോലെ ഇവരെ ഈവിൾ വർക്കേഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവര് ഈ ഫിലിപ്പിയ ദൈവസഭയിലെ ദൈവമക്കളെ പുറകോട്ട് വലിക്കാൻ വേണ്ടി അങ്ങ് അധ്വാനം ചെയ്യുകയാണ്. ഒരു ജോലി എന്നതുപോലെ, ഒരു തൊഴിൽ എന്നതുപോലെ അങ്ങ് ചെയ്യുകയാണ്. ഇന്നത്തെ കാലത്ത് ഇത് ഒത്തിരി കൂടുതലാണ്. സോഷ്യൽ മീഡിയയിലും ക്ലബ് ഹൗസിലും ഒക്കെ ആയിട്ട് അങ്ങ് രാവും പകലും പ്രവർത്തിക്കുകയാണ്. അവരുടെ സമയവും സന്ദർഭവും എല്ലാം കഴിവും എല്ലാം ഉപയോഗിച്ച് അവർ അധ്വാനിക്കുകയാണ്. സച്ച് as presented to labor in promoting the gospel of Christ, but secretly they are doing mischief amongst Christians. അവര് അഭിനയിക്കുന്ന എന്താ? ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നവരാണ്, യേശുവിന്റെ സുവിശേഷമാണ് ഞങ്ങൾ അറിയിക്കുന്നത് എന്ന് പുറം തോലിട്ട്, ചെന്നായയുടെ സ്വഭാവം ഉള്ളിലുണ്ടായിരുന്ന് പുറത്ത് യേശുവിന്റെ വേലയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുകൊണ്ട്, പുറമേ അഭിനയിച്ചുകൊണ്ട്, ഡ്രാമ കാണിച്ചുകൊണ്ട്, ഫാൻസി ഡ്രസ്സ് കളിച്ചുകൊണ്ട് ഈ ജനത്തെ വഞ്ചിക്കുന്നവരെയാണ് ആകാത്ത വേലക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കും. യു ഹാവ് ടു ബി ബിവെയർ അബൌട്ട് ദം. ഹല്ലേലൂയ, ബിവെയർ ഓഫ് ദം. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബിവെയർ ഓഫ് ദ കൺസിഷൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വളരെ ഒരു പുതിയ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, കൺസിഷൻ. ഇത് എന്തിന് പകരമായാണ് അല്ലെങ്കിൽ എന്തിന് സമാനമായാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കണ്ടംപ്റ്റസ് വേർഡ് ഫോർ സർക്കംസിഷൻ. സർക്കംസിഷന് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായി അല്ലെങ്കിൽ അതിന് ഒരു മറുരൂപമായി ഉപയോഗിച്ചിരിക്കുകയാണ് കോൺസിഷൻ. എന്താ? circumcision had now lost its spiritual significance and was now become to those who rest on it as any ground of justification, a senseless mutilation. നോക്കൂ, ദൈവം അബ്രഹാമിനോട് കൊടുത്ത ഉടമ്പടിയുടെ ഭാഗമാണ് പരിച്ഛേദന ഏൽക്കണമെന്നുള്ളത്. അത് ന്യായപ്രമാണ കാലം വന്നപ്പോഴേക്കും ന്യായപ്രമാണത്തിലൂടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുകയായിരുന്നു. ഓൾറെഡി ഇറ്റ് വാസ് ദയർ, വിച്ച് വാസ് ഗിവൺ ത്രൂ എബ്രഹാം for Abraham's children, offsprings, and it was re-established when the law was given. അത് കഴിഞ്ഞ് കനാൻ ദേശത്ത് വന്നപ്പോൾ യോശുവ എല്ലാവരെയും ഒരുമിച്ച് വീണ്ടും, മരുഭൂമിയിൽ വെച്ച് ജനിച്ചവര് ആ കാലത്ത് സർക്കംസിഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സർക്കംസിഷൻ ചെയ്തതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പരിച്ഛേദന ഏൽപ്പിച്ചതിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സർക്കംസിഷൻ ബിക്കയും ഇൻസിഗ്നിഫിക്കന്റ്, അതിന് ഒരു സ്പിരിച്വൽ മീനിങ് ഒരു കാലത്തുണ്ടായിരുന്നു. അതിനൊരു ലിറ്ററൽ മീനിങ് ആയിരുന്നു ആ കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വാക്ക് സർക്കംസിഷൻ എന്തായി മാറി? ഒരു സ്പിരിച്വൽ മീനിങ് ഉള്ള ഒരു കാര്യമായി മാറി. എന്ന് പറഞ്ഞാൽ നോട്ട് ബൈ ദ വർക്ക് ഓഫ് സർക്കംസിഷൻ ബട്ട് ബൈ ദ സ്പിരിച്വൽ വർക്ക് ഓഫ് ദി സർക്കംസിഷൻ ഓഫ് യുവർ ഹാർട്ട്. ഹൃദയത്തിന്റെ ആത്മീയ പരിച്ഛേദനയാണ്, അഥവാ
റിപ്പൻറ്റൻസിനെ കാണിക്കുന്ന ഒരു പദമായാണ് സർക്കംസിഷൻ ഇപ്പോൾ നിലകൊള്ളുന്നത്. In New Testament, if you use the word circumcision, it should be for the repentance of your heart. You cannot use it to attain justification through the work of circumcision. സർക്കംസിഷൻ എന്ന ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ, കർമ്മം ചെയ്യുന്നതിലൂടെ നീതീകരിക്കപ്പെടാം എന്ന ആ ആശയത്തിൽ ഇനി അത് ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ ആ സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ എന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത്? സർക്കംസിഷൻ എന്നുള്ള വാക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കണം? യു ഷുഡ് റിപ്പന്റ്, യു ഷുഡ് റിസീവ് സർക്കംസിഷൻ ഓഫ് യുവർ ഹാർട്ട്. ഹൃദയത്തിന്റെ പരിച്ഛേദന ഏൽക്കണം, അഥവാ യു ഷുഡ് ബി റിപ്പന്റഡ്, മാനസാന്തരപ്പെടണം. അതിനുവേണ്ടിയാണ് ഈ വാക്ക് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഒരു പദം ഉപയോഗിക്കുന്നത്, കൺസിഷൻ എന്ന പദം ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ അതിന് വിച്ഛേദനക്കാർ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ട്രാൻസ്ലേഷൻ ആണ് മലയാളത്തിലും. വിച്ഛേദനക്കാർ, മറ്റതെന്താ? പരിച്ഛേദന. ഇപ്പോൾ ആ വാക്കിനെ എന്തായി പറഞ്ഞിരിക്കുന്നു? വിച്ഛേദനക്കാർ. So Christians have the only true circumcision, namely that of the heart. Legalists have only concision, that is the cutting off of the flesh. ജഡത്തിൽ ഈ ന്യായപ്രമാണവാദികൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? അവർക്ക് ഹൃദയത്തിലെ പരിച്ഛേദനയില്ല, അവർക്കിപ്പോ കോൺസിഷൻ മാത്രമേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ആ രീതിയിൽ അതിനെ പറയുകയാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോ അടുത്ത് മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തി പറയുകയാണ്, ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? കോൺസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് അദ്ദേഹം ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണ്. നാമല്ലോ പരിച്ഛേദനക്കാർ, നാമല്ലോ പരിച്ഛേദനക്കാർ. ആരാ നാം എന്ന് പറയുന്നത്? പുതിയ നിയമവിശ്വാസികളായ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട, യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച നാമാണ് പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ആ വാക്കിന് പ്രാധാന്യമുണ്ട്, എല്ലാ വാക്കുകളും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർ വി ആർ ദ സർക്കംസിഷൻ, നാം ആണ് പരിച്ഛേദനക്കാർ. നമ്മൾ ജഡത്തിലല്ല പരിച്ഛേദന ഏറ്റത്, ജഡത്തിലെ പരിച്ഛേദനയാലല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടതും. ദ ട്രൂ സ്പിരിച്വൽ സീഡ് ഓഫ് എബ്രഹാം, വിശ്വാസത്താൽ പരിച്ഛേദന ഏറ്റ് നാം അബ്രഹാമിന്റെ യഥാർത്ഥ സന്തതികളായി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ആണ് അബ്രഹാമിന്റെ യഥാർത്ഥ സന്തതികളായി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്, വിച്ച് വർഷിപ്പ് ഗോഡ് ഇൻ ദ സ്പിരിറ്റ്. മലയാളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ വിച്ച് വർഷിപ്പ് ഗോഡ് ഇൻ ദ സ്പിരിറ്റ്. നമ്മൾ ആരാ? ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ആത്മാവിനാൽ, ആത്മാവ് കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. The object of worship is God and Him only, not a creature, animate or inanimate, stocks or stones, beasts, birds, men or angels. Only God, Father, Son and the Spirit. That the Father is to be worshipped is not disputed. ഓക്കെ, ആത്മാവിലും സത്യത്തിലും സത്യനമസ്കാരികൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആൻഡ് ദ സൺ ഈസ് ടു ബി വർഷിപ്ഡ് വിത്ത് ദ സെയിം വർഷിപ്പ് ദ ഫാദർ ഈസ്. പിതാവിനെ ആരാധിക്കുന്നെങ്കിൽ അതുപോലെ എന്ത് ചെയ്യണം? പുത്രനെയും ആരാധിക്കണം. സിൻസ് ഹി ഈസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് ആൻഡ് ഈക്വൽ ടു ഹിം, ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ ദ ലോർഡ് ഓഫ് of angels and men, and is to be and is worshipped by both. ദൂതന്മാരാലും മനുഷ്യരാലും ആരാധിക്കപ്പെടാൻ സ്രഷ്ടാവും സകലത്തിന്റെയും ഉടയവനും ആകയാൽ യേശുവും ആരാധ്യനാണ്. ആമേൻ. അപ്പോൾ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആമേൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കുക. കർത്താവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റു എന്ന് നമുക്ക് അപ്പോസ്തലരുടെ പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന് അതിനെ ചുരുക്കി പറഞ്ഞിരിക്കാൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആൻഡ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ആർ പ്ലേസ്ഡ് ഇൻ ഹിം. നമ്മുടെ ആശ്രയം, ആത്മവിശ്വാസം എല്ലാം യേശുവിലാണ്. ആൻഡ് സോ ഈസ് ദ ഹോളി ഗോസ്റ്റ്. അതുപോലെയാണ് പരിശുദ്ധാത്മാവും. ഹി ബീങ് ഈക്വലി ഗോഡ് വിത്ത് ദ ഫാദർ ആൻഡ് ദ സൺ. പരിശുദ്ധാത്മാവും പിതാവിനോടും പുത്രനോടും ഒത്ത് അതേ ഈക്വലി ദൈവമാണ്. തുല്യ ദൈവത്വം ആർക്കുമുണ്ട്? പരിശുദ്ധാത്മാവിനും ഉണ്ട്. ആൻഡ് therefore the same homage is to be given to him as to them. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുപോലെ ആരാധിക്കണം. ആമേൻ.
അടുത്ത് നമുക്കതിന്റെ മൂന്നാം ഭാഗത്തേക്ക് ആമേൻ കടക്കുവാനായിട്ട് കഴിയട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ജഡത്തിൽ ആശ്രയിക്കാതെ ക്രിസ്തയേശുവിൽ പ്രശംസിക്കുക, ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക. ആൻഡ് റിജോയ്സ് ഓർ റാദർ ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. ചില വേർഷൻസിൽ ഗ്ലോറി ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്നും ചിലതിൽ സന്തോഷിക്കുക, ക്രിസ്തയേശുവിൽ പ്രശംസിക്കുക എന്നുള്ളതിന് സന്തോഷിക്കുക എന്നും പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിലാണ് നമ്മുടെ പ്രശംസ, നമ്മുടെ ഗ്ലോറി ക്രിസ്തുവിലാണ്. ടു ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ഈസ് സംതിങ് മോർ ദാൻ ഈവൻ ടു ബിലീവ് ആൻഡ് ട്രസ്റ്റ് ഇൻ ഹിം. ഇറ്റ് എക്സ്പ്രസസ് എ ഡീപ് സെൻസ് ഓഫ് പ്രിവിലേജ് ബോത്ത് ഇൻ പ്രസന്റ് താങ്ക്ഫുൾനെസ് ആൻഡ് ഇൻ ഫ്യൂച്ചർ ഹോപ്പ്. എന്താ യേശുവിലുള്ള സന്തോഷം എന്ന് പറയുന്നത്? നാം ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും, പ്രസന്റ് ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാറ്റിനും, എല്ലാ പദവിക്കും നന്ദി അർപ്പിക്കുകയും അതിൽ ആമേൻ ആ പ്രിവിലേജിനെ എക്സ്പ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ ഭാവി പ്രത്യാശ നമുക്കുണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ സന്തോഷിക്കാൻ നമുക്ക് കാരണമായിരിക്കുന്നത്. ആൻഡ് നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. എന്തില്ല? ജഡത്തിൽ ഒരു പ്രശംസയും ഇല്ലാതിരിക്കുകയും ചെയ്യുക. ഒരു ജഡീക കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിലെ ഒരു കഴിവുകളിലും പ്രശംസിക്കാതിരിക്കുക. നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലോ നമുക്ക് പ്രശംസ ഉണ്ടായിരിക്കുവാനായിട്ട് പാടില്ല. നോക്കൂ, ഇൻ എനി കാർണൽ ഡെസെന്റ് ഓർ ബർത്ത് പ്രിവിലേജ് ആസ് ടു ബി ദ സീഡ് ഓഫ് എബ്രഹാം, ഓഫ് ഇസ്രായേൽ, or of such a tribe or family, or born of such a parent, nor in circumcision or any of the carnal ordinances of the ceremonial law, nor in any civil, moral, legal and external righteousness. നമ്മുടെ ജോലിയോ കുടുംബമഹിമയോ നമുക്കുള്ള വിദ്യാഭ്യാസമോ കഴിവുകളോ എന്ന് വേണ്ട ഒന്നിലും, ഈ ജഡത്തിലുള്ള യാതൊന്നിലും ഞാൻ ആരാണെന്ന് അറിയാവോ, ഞാൻ വിചാരിച്ച എന്തൊക്കെ നടക്കുമെന്ന് അറിയാവോ, എനിക്ക് ആരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് അറിയാവോ, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമെന്നറിയാവോ, ഇങ്ങനെ യാതൊന്നിലും എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്, ജഡത്തിൽ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് പൗലോസ് തന്നെ ടെസ്റ്റിമണിയിലേക്ക് കടക്കുകയാണ്. ആ ടെസ്റ്റിമണിയിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് പൗലോസ് പറയുന്നത് തന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി അല്ല എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. പൗലോസ് പറയുകയാണ്, പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, ഈ പറയുന്ന ലീഗലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവർ പറയുന്ന അവരുടെ പാരമ്പര്യം, അവരുടെ കുടുംബ മഹിമ, അവർ ഇന്ന ഗോത്രത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് അവർ വലിയവരാണ്, അവർ മിടുക്കരാണ്, മറ്റുള്ളവരെക്കാൾ മുന്നിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർ പറഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ എനിക്ക് പ്രശംസിക്കാൻ വകയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഒടുവിൽ പറയുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് ഇതിൽ പ്രശംസിക്കുന്നു എന്നല്ല പറയുന്നത്, ഇതിലൊന്നും ഞാൻ പ്രശംസിക്കുന്നില്ല. അങ്ങനെ അവര് ജഡത്തിൽ പ്രശംസിച്ചാൽ അവരെക്കാൾ കൂടുതൽ എനിക്കുണ്ട് പ്രശംസിക്കാൻ. ബട്ട് ഐ ഡോണ്ട് ട്രസ്റ്റ് ഇൻ ഫ്ലഷ് ഓർ ഐ ഡോണ്ട് ബോസ്റ്റ് ഇൻ മൈ earthly fleshly privileges എന്നാണ് പൗലോസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Paul know that he was more qualified to be justified by the keeping of the law than any of his present legalist opponents were. മറ്റ് അദ്ദേഹത്തിന്റെ സമകാലീനരായ ഈ പറയുന്ന ന്യായപ്രമാണവാദികളെക്കാൾ അധികം പൗലോസിനെ പ്രശംസിക്കാനുണ്ട് വാസ്തവത്തിൽ. The object of the apostle is to show that he did not despise those things because he did not possess them, but because he now saw that they were of no value in the great matter of salvation. താൻ പ്രാപിച്ച രക്ഷയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന ജഡത്തിൽ ഒന്നിലും ഒരു പ്രശംസ ഉണ്ടെന്ന് പറയുന്ന ഒരൊന്നിലും യാതൊരു അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് താൻ തിരിച്ചറിഞ്ഞതിൻ്റെ ആ റിഫ്ലക്ഷനാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫോർ ഹീ ഹൂ ഹാസ് ക്രൈസ്റ്റ് ലാക്സ് നത്തിങ്. ഇതാണ് നമ്മുടെയും പ്രത്യാശ. യേശു ഉണ്ടെങ്കിൽ നമുക്ക് സകലതുമുണ്ട്. യേശുവിലാണ് നമ്മുടെ എല്ലാ പ്രശംസയും. നമ്മുടെ പ്രവൃത്തികളാൽ അല്ല, ക്രിസ്തുവിലുള്ള സൗജന്യ നീതീകരണത്തിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള സൗജന്യ നീതീകരണത്തിലാണ് നമുക്ക് സന്തോഷിക്കാനുള്ളത്, നമുക്ക് പ്രത്യാശിക്കാനും പ്രശംസിക്കാനും ഉള്ളത്. നോക്കൂ, പൗലോസ് അപ്പോസ്തലൻ എന്നിട്ട് തനിക്ക് എന്തൊക്കെ പ്രശംസിക്കാനാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും? ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, പിന്നെ ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്നൊക്കെ പറഞ്ഞ് പൗലോസ് ഒരു വലിയ ലിസ്റ്റ് തന്നെ നിരത്തുകയാണ്. ജന്മന, Paul first listed 4 things that were his possessions by birth. ജന്മന തനിക്ക് ലഭിച്ച, ബൈ ബർത്ത് ലഭിച്ച 4
പൊസഷൻസ് ആദ്യം പറയുന്നു. ഓൾ റീസൺസ് വൈ ഹി മൈറ്റ് ഹാവ് കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. എന്തുകൊണ്ട് തനിക്ക് ജഡത്തിൽ പ്രശംസിക്കണമെങ്കിൽ ആകാൻ കഴിയുന്ന 4 ജന്മന ബൈ ബർത്ത് ലഭിച്ച 4 പൊസഷൻസിനെ കുറിച്ച് പറയുന്നു. ഒന്ന്, സർക്കംസൈസ് ദ 8th ഡേ. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ലെവിറ്റിക്കസ് 12:3 പറഞ്ഞിരിക്കുന്ന പോലെ 8ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. എന്താ അത് എടുത്തു പറയാനായിട്ട് കാരണം? പിന്നീട് ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ എബ്രായൻ എന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ട, ജൂഡായിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടവരുണ്ട്. അവര് 8th ഡേയിൽ അല്ല പരിച്ഛേദന ഏൽക്കുന്നത്. അവര് ആ കൺവേർട്ട് ചെയ്യപ്പെട്ട, ഫോർ സപ്പോസ് ഇഫ് ദേ ഹാവ് കൺവേർട്ടഡ് ടു ജൂഡായിസം അറ്റ് ദെയർ ഏജ് ഓഫ് 40, then they go for circumcision to become a Jew. പക്ഷെ പൗലോസ് അങ്ങനെയല്ല. ഒരു പ്രോസ്ലൈറ്റിൽ, ഒരു ജാതീയ ഇസ്രായേൽ, ജാതിയിൽ നിന്ന് ഇസ്രായേലിലേക്ക്, പ്രോസ്ലൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു മറ്റൊരു ജാതിയിലായിരുന്നിട്ട്, ഒരു വിജാതീയനായിരുന്നിട്ട് അല്ലെങ്കിൽ യഹൂദ ജാതിക്ക് പുറത്തായിരുന്നിട്ട് പിന്നീട് സർക്കംസിഷനേറ്റ് യഹൂദനായി മാറിയയാളെയാണ് പ്രോസ്ലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുവൻ അല്ല. താൻ ജനിച്ച് 8ാം നാളിൽ അബ്രഹാമിന് കൊടുത്ത കൽപ്പന പോലെ തന്നെ 8ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ തനിക്ക് പ്രശംസിക്കാൻ ഒന്ന് വേണമെങ്കിൽ പറയാം, ഞാന് 8ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ് എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, അടുത്ത് പൗലോസിന് രണ്ടാമത് തനിക്ക് ജന്മനാ ലഭിച്ച പൊസഷനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത് പറയാനുള്ളത് എന്താണ്? ഓഫ് ദ സ്റ്റോക്ക് ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ജാതിക്കാരൻ, എംഫറ്റിക്കലി ട്രൂ ഷൈൻ ഓഫ് ദി കവണന്റഡ് സ്റ്റോക്ക്, ദ റോയൽ റേസ് ഓഫ് ദ പ്രിൻസ് ഓഫ് ഗോഡ്. ഈ ഇസ്രായേൽ ആരാ? യാക്കോബിന് ദൈവം കൊടുത്ത പേരാണ് ഇസ്രായേൽ, അല്ലെ? അപ്പോ അതിന്റെ അർത്ഥം എന്താ? പ്രിൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രഭു എന്നാണ് അതിന്റെ അർത്ഥം. തനിക്ക് എല്ലാ വിധത്തിലും ആ ദൈവത്തിന്റെ പ്രഭു എന്ന ആ വിഭാഗത്തിൽ, ആ ജാതിയിൽപ്പെട്ടവനാണ് എന്ന് പറയാനുള്ള എല്ലാ അവകാശവും ജന്മന ലഭിച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത് പറയാനായിട്ട് ഉള്ളത്. ഡിസെൻഡഡ് ഫ്രം ദ പാട്രിയാർക്ക് Israel or Jacob, and therefore able to trace his genealogy back as far as any Jew could. തന്റെ ആ വംശാവലി കൃത്യമായി യാക്കോബിൽ, ഇസ്രായേലിൽ ചെന്ന് നിൽക്കുന്ന ആ പാരമ്പര്യം തനിക്ക് പറയാനുണ്ട്. ദിസ് ഈസ് സെറ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ഹിം ഫ്രം ആൻ ഇഷ്മായലൈറ്റ് ഓർ ആൻ എഡോമൈറ്റ് who were circumcised, and from the son of proselyte who might be circumcised on the 8th day. അപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം എന്താ? 8ാം നാളിൽ പരിച്ഛേദന ഏറ്റെന്ന് പറയുമ്പോൾ തന്നെ താൻ ജന്മനാ യഹൂദനായിരുന്നു എന്ന ആശയത്തിൽ പറയുമ്പോൾ അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ഇസ്രായേൽ ജാതിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു യഹൂദനായി തീർന്ന ഒരു വ്യക്തിയുടെ മകൻ, യഹൂദനായതിനു ശേഷം അയാൾക്കൊരു മകൻ ജനിച്ചാൽ അവനെ 8ാം നാൾ പരിച്ഛേദന. പക്ഷെ അവന്റെ അപ്പനാരാ? ഒരു ജാതീയനായിരുന്നിട്ട് അവനൊരു ഇഷ്മായേല്യ വംശക്കാരനാകാം, ഏദോമ്യ വംശക്കാരനാകാം, അല്ലെങ്കിൽ ഒരു പ്രോസ്ലൈറ്റ്, ഒരു ജാതീയ യഹൂദനാകാം, എന്ന് പറഞ്ഞാൽ ജാതിയായിരുന്നിട്ട് വിജാതീയനായിരുന്നിട്ട് യഹൂദനായവനാകാം. ഇങ്ങനെയൊക്കെ വന്നവരുടെയും അടുത്ത തലമുറ വരുമ്പോൾ അവരവരുടെ കുഞ്ഞുങ്ങളെ 8ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കും. പക്ഷേ പൗലോസിന് അവിടെയും പറയാനുള്ളത് താൻ യാക്കോബിന്റെ പൂർവ്വപിതാവായ യാക്കോബിന്റെ അതേ വംശാവലിയിൽപ്പെട്ടവനാകിയാൽ ആ ആശയത്തിൽ അവരെക്കാളും പ്യുവർ ബ്ലഡ് ആണ് തനിക്ക് യാക്കോബിൽ നിന്നുള്ളത് എന്നാണ് അതിലൂടെ പറയുന്നത്. ഓഫ് ദ ട്രൈബ് ഓഫ് ബെഞ്ചമിൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ഏത് ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു? ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു. മാത്രമല്ല പൗലോസിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? ആദ്യത്തെ രാജാവിന്റെ പേരായിരുന്നു സൗൾ എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ആദ്യത്തെ പേര്. അപ്പോ ഈ വിധത്തിലും അദ്ദേഹത്തിന് പറയാം, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് തനിക്ക് പറയാനായിട്ട് ഉണ്ട്. ആ രീതിയിലും തനിക്ക് പൊസഷൻ അല്ലെങ്കിൽ മൂന്നാമത്തെ പൊസഷൻ അദ്ദേഹത്തിന് പറയാനുള്ളത് ബെന്യാമിൻ ഗോത്രക്കാരൻ. നാലാമതായി പറയാനുള്ളത് ഹീബ്രു ഓഫ് ദ ഹീബ്രൂസ്, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറയുക. അത് ജന്മനാ ലഭിച്ച 4ാമത്തെ ആ പൊസഷനാണ്. യഹൂദൻ എന്നുള്ള നിലയ്ക്ക് തനിക്ക് ലഭിച്ച 4ാമത്തെ ജന്മനാ ലഭിച്ച പൊസഷൻ അതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. എബ്രായനിൽ ജനിച്ച എബ്രായൻ. ദിസ് ഈസ് ദ ഹീബ്രു മോഡ് ഓഫ് എക്സ്പ്രസിംഗ് ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി. തനിക്ക് ഒരു എബ്രായന്, താൻ എബ്രായനാണെന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഉയർന്ന പദപ്രയോഗമാണ് എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ. ആൻഡ് ദ ഐഡിയ ഈസ് ദാറ്റ് പോൾ എൻജോയ്ഡ് എവറി അഡ്വാൻറ്റേജ് which could possibly he derived from the fact of being a Hebrew. He had a lineal descent from the very ancestor of the nation. He belonged to a tribe that was
as honorable as any other, and that had its location near the very center of religious influence. And he was an Hebrew by both his parents, with no admixture of Gentile blood. On this fact that no one of his ancestors had been a proselyte or of Gentile extraction, a Jew would pride himself much. And Paul says that he was entitled to all the advantages which could be derived from it. എന്ന് പറഞ്ഞാൽ തന്റെ വംശാവലിയിൽ ഒരിടത്ത് പോലും തനിക്ക് ഒരു കലർപ്പുണ്ടായിട്ടില്ല. ആ യാക്കോബിൽ ചെന്ന് നിൽക്കുന്നത് വരെ വംശാവലി പുറകോട്ട് പോയാൽ ഒരിടത്ത് പോലും ഒരു ജാതീയനുമായി ഇടകലർന്നിട്ടില്ലാത്ത ഒരു കുടുംബത്തിലാണ് താൻ പിറന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുകയാണ്, ഈ പറയുന്ന ലീഗലിസ്റ്റുകളെക്കാൾ എല്ലാ വിധത്തിലും എനിക്ക് യഹൂദൻ എന്നുള്ള നിലയ്ക്ക് ജഡത്തിൽ പ്രശംസിക്കാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ആമേൻ. ഒരു ജെനുയിൻ എബ്രായനാണ്, ഒരു സത്യസന്ധനായ എബ്രായനാണ് എന്ന് പൗലോസ് സ്ഥാപിക്കുകയാണ് ഇതിലൂടെ. ആമേൻ. അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ നിർത്തുകയാണ്. പക്ഷെ ഇതെല്ലാം പൗലോസ് പറയുന്നത് എന്താണ്? ഇന്ന് ഇവിടെ ആരെങ്കിലും ജഡത്തിൽ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ, ഈ ലേഖനം എഴുതുന്ന ആ പശ്ചാത്തലത്തിലാണ് ഇന്നെന്ന് ഞാൻ പറഞ്ഞത്. ആമേൻ. ആരെങ്കിലും ജഡത്തിൽ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഞാൻ ഇതിലൊന്നും ആശ്രയിക്കുന്നില്ല. ഒരു കാലത്ത് ഞാൻ ആശ്രയിച്ചു, പക്ഷെ അതെനിക്ക് നീതീകരണത്തിന് കാരണമായില്ല. പിന്നെ ഞാൻ എങ്ങനെയാ നീതീകരിക്കപ്പെട്ടത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിന്റെ കൃപയാൽ ആണ് നീതീകരിക്കപ്പെട്ടത്. ഫിലിപ്പ്യ സഭയിലുള്ളവരോട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങളെ വീണ്ടും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് അടുക്കൽ വരുന്നവരെ നിങ്ങൾ അവരുടെ ചതികളിൽ പെട്ടുപോകരുത്, അവരെ അകറ്റി നിർത്തണം, സൂക്ഷിക്കണം, ബിവയർ ഓഫ് ദം എന്ന് പറഞ്ഞ് പൗലോസ് സ്വന്തം അനുഭവം പറയുക. ഞാനായിരുന്ന എബ്രായ പാരമ്പര്യം ഒന്നും എനിക്ക് നീതീകരണം തന്നില്ല. നിങ്ങളും ഈ കെണിയിൽ അകപ്പെട്ട് വീണ്ടും കുടുങ്ങിപ്പോകരുത് എന്ന മുന്നറിയിപ്പാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിലൂടെ നൽകുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആമേൻ, ഇന്ന് തൽക്കാലം നമ്മുടെ ബൈബിൾ സ്റ്റഡി ഇവിടെ ഉപസംഹരിക്കാം. അടുത്ത കർത്താവിന് വരവ് താമസിച്ച അടുത്ത ബൈബിൾ സ്റ്റഡിയിൽ ഇതിന്റെ തുടർച്ചയായ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.